ഹായ് ഫ്രണ്ട്സ്, തോരൻ സീരീസിൽ ഇന്ന് 7ാമത്തെ തോരനാണ്. ഇന്നത്തെ അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പം 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുമ്പം 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ഇട്ട് വഴറ്റി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതുപോലത്തെ 2 പച്ചമുളകാണ് കേട്ടോ, നാടൻ പച്ചമുളക്. ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പം ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് പപ്പായയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതേ രീതിയിൽ നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റിയതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് അടച്ച് വെച്ച് തുറക്കുമ്പോഴേക്ക് നമ്മളെ ക്യാരറ്റും പപ്പായൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ ചേർത്ത് വെച്ചാൽ മതി, അടച്ച് വെക്കേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഈ പാനിന് നല്ല ചൂടാണ്. ഇതിൽ തന്നെ 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ചിക്കി തോർത്തി എടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഈ ഉഴുന്നുപരിപ്പ് കടിച്ചുകൊണ്ട് ഈ ഒരു തോരൻ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്